ഏഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം പാടിയിടൂ, ഹല്ലേലൂയ, പാടിയിടൂ, ഹല്ലേലൂയ. കാലിനു ദീപമേകുമത്, പാതയ്ക്കൊളി നൽകുമത്, കാലാന്തരങ്ങളെ പ്രഭ ചൊരിയും ദീപസ്തംഭമത്. തിരുമാധുര്യം തിരുവചനം കേളിടൂ സോദരരെ, പാടിയിടൂ, ഹല്ലേലൂയ, പാടിയിടൂ, ഹല്ലേലൂയ. തിരുവചനം എന്ന പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സുവിശേഷകൻ ബൈജു മാത്യു, പാലക്കാട്. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയുമാണ് പ്രധാന വിഷയം. വിശ്വാസം ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അത് പ്രവൃത്തിയിൽ കൂടെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട്. നാം ഈ വായിച്ച വാക്യത്തിൽ 19-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയ സഹോദരന്മാർ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്ത് അറിയുന്നുവല്ലോ? 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: നാം അവന്റെ സൃഷ്ടികളിൽ ഒരു വിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നുവല്ലോ. ആയതിനാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. നമ്മുടെ ശരീരപ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ 2 ചെവിയും 1 നാക്കുമാണ് ദൈവം നൽകിയിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, അധികം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 ചെവി തന്നിരിക്കുന്നത്. നാക്ക് ഒരെണ്ണേ തന്നിട്ടുള്ളൂ, 2 നാക്ക് തന്നിട്ടില്ല. കേൾപ്പാനുള്ള വേഗത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കേൾക്കണം എന്നുള്ളതാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ കൂടുതൽ കേൾക്കാനായിട്ടുള്ള താല്പര്യമുള്ള വ്യക്തി ആയിരിക്കണം. അപ്പോൾ തന്നെ അധികം പറവാനായിട്ട് അല്ലെങ്കിൽ അധികം സംസാരിക്കാതിരിക്കുവാനും ശ്രമിക്കണം എന്നുള്ളതാണ്. എന്താണ് കേൾക്കേണ്ടത്? താഴോട്ടുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് 21-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അതുപോലെ തന്നെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ. കൂടാതെ 25-ാമത്തെ വാക്യം: തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല. 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. നാം കേൾക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമാണ്. വചനം എന്ന് പറയുന്നു, ന്യായപ്രമാണം എന്ന് പറയുന്നു, രാജകീയ ന്യായപ്രമാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത്. അത് കേൾക്കാനുള്ള വേഗത ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ് എന്ന് ഇവിടെ യാക്കോബ് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ കേൾക്കുവാനായിട്ടുണ്ട്. പല കാര്യങ്ങളും സുഖകരമല്ല, പലതും ഭയപ്പെടുത്തുന്നതാണ്, പല കാര്യങ്ങളും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്, പല വാർത്തകളും മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമൊക്കെയുമാണ്. നാം കേൾക്കേണ്ടാത്തത് പോലും കേട്ടേ മതിയാകുന്നു എന്നുള്ള സ്ഥിതിവിശേഷത്തിലാണ് നമ്മളെല്ലാവരും. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ കൂടെ പല കാര്യങ്ങളും നാം കേൾക്കുകയാണ്. നാം സെർച്ച് ചെയ്യുന്നതല്ല നാം കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ നാം സമയം വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമകാലത്ത് ദൈവവചനം കേൾക്കാനായിട്ടുള്ള അവസരം ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നത് പ്രവാചകന്മാരിൽ കൂടിയും ദൂതന്മാരിൽ കൂടിയും സ്വപ്നത്തിൽ കൂടിയും ദർശനങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ ഏഫോദിൽ കൂടിയും ഒക്കെയാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. പ്രവാചകന്മാരിൽ കൂടിയും അപ്പോസ്തലന്മാരിൽ കൂടിയും ലേഖനങ്ങളിൽ കൂടിയും ഒക്കെയും ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള അവസരം 1-ാം നൂറ്റാണ്ടിലെ സഭകൾക്കുണ്ടായിരുന്നു, വിശ്വാസികൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉപദേഷ്ടാക്കാരന്മാരിൽ കൂടിയും എഴുതപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിൽ കൂടിയും നമുക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഇരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ദൈവവചനം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തവും സോഷ്യൽ മീഡിയകളുടെ ഉപയോഗങ്ങളുമെല്ലാം വളരെ വ്യാപകമായി ലോകമെമ്പാടും ഏതു കോണിലുമുള്ള വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ വചനം ചെല്ലാനുള്ള അവകാശമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ലാത്ത പലരും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് കാരണമാവുകയാണ്. കാലങ്ങൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചതിനാൽ
മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിച്ചതിനാൽ ഇന്ന് വചനം ദുർലഭമല്ല, സുലഭമാണ് എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ ഇത് കേൾക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചുണ്ട്. കേൾക്കുക എന്ന് പറയുമ്പോൾ യാക്കോബ് അവിടെ വിശദീകരിക്കുന്നത് വെറുതെ ഇരുന്ന് കേൾക്കുക എന്നുള്ള ആശയത്തിലല്ല. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതിനു വേണ്ടി വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. കേൾക്കുന്നവനായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, അത് ചെയ്യുന്നവനായിട്ടും ഇരിക്കണമെന്ന് യാക്കോബ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 1:25 വായിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. അതുപോലെ തന്നെ 2:8 വായിക്കുന്നത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം ഇന്ന് വളരെ സുലഭമാണ്. അത് കേൾക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടാവണം. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക. അത് ജീവിതത്തിന് വളരെ അനുഗ്രഹമായിട്ട് തീരുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.